നമുക്കറിയാം, ഇക്കഴിഞ്ഞ 17-18 തീയതികളിൽ ഖത്തറിന്റെ അമീർ ഷെയ്ഖ് തമീം നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. 2 ദിവസത്തെ സന്ദർശനത്തിൽ അമീറിനെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും പങ്കാളികളുമായ വളരെ വലിയ ഒരു സംഘം അനുഗമിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി, നമുക്കറിയാം, എല്ലാവിധ പ്രോട്ടോക്കോളുകളും തെറ്റിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദി എയർപോർട്ടിൽ വന്നുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ വാർത്തകളാകുകയും ഇതിൻ്റെയൊക്കെ റീൽസ് സാക്ഷാൽ നരേന്ദ്രമോദി പോലും പങ്കുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല വീഡിയോകളും ഇന്ത്യൻ പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായി രാജ്യത്തെ ജനങ്ങളും മറ്റുമൊക്കെ കാണുവാൻ വേണ്ടി മോദിയുടെ സന്ദർശനങ്ങളും അതുപോലെ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളുടെ സന്ദർശന വേളകളിലുള്ള രംഗങ്ങളുമൊക്കെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ പങ്കുവെക്കുന്നത് സാധാരണയാണ്. എന്നാൽ നമുക്കറിയാം, ഇത്തരത്തിൽ ഖത്തറുമായി വളരെ വലിയ ഒരു ബന്ധം ഇന്ത്യക്കുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് തമീമിനോട് പണ്ടൊന്നുമില്ലാത്ത രീതിയിലുള്ള ബന്ധം മോദിക്കുള്ളത് കൊണ്ട് തന്നെ പ്രോട്ടോക്കോളുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നേരിട്ട് തന്നെ എയർപോർട്ടിലെത്തി സ്വീകരിക്കുകയുണ്ടായത്. എന്നാൽ ഒരു മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു ക്രിസംഗി, ഇദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ ചാനൽ വഴി ഇദ്ദേഹത്തിന്റെ കേൾവിക്കാരെന്ന് പറയുന്നത് സംഘികളും ക്രിസംഗികളുമാണ്. ഇദ്ദേഹം ഒരു വലിയ ക്രിസംഗിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഖത്തറിനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കാരണം ഈ മുസ്ലിം രാജ്യങ്ങളോട്, ഇസ്ലാമിക രാജ്യങ്ങളോടൊന്നും വളരെ താല്പര്യമുള്ള ഒരു വലിയ ഒരു ചാനലുകാരനല്ല ഇദ്ദേഹം. സ്വാഭാവികമായി നമുക്കറിയാമല്ലോ, ഈ മുസ്ലിം രാഷ്ട്രങ്ങളെയും അതിൻ്റെ ഭരണാധികാരികളെയും ഒക്കെ അവരെയും സുഡാപ്പികൾ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്, ഈ മാത്യു സാമുവലിൻ്റെ ആളുകൾ. അപ്പോൾ ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തു, ഈ ഖത്തർ അമീർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയുടെ കാല് പിടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ ഇത് കാണുകയും ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് കറക്റ്റ് എന്ന് ഈ സംഘികൾ കമന്റും ചെയ്യുകയാണ്. അതാണ് എനിക്ക് അത്ഭുതം. ഇദ്ദേഹം വളരെ ശക്തമായി ഈ വീഡിയോയിൽ തള്ളുകയാണ്. ഖത്തർ അമീർ വരാൻ കാരണം ഇദ്ദേഹമാണ് എന്ന് പോലും ഇതിൽ പറഞ്ഞു കളഞ്ഞു. നമുക്ക് ഏതായാലും അദ്ദേഹം പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. 17-ാം തീയതി വിസിറ്റ് ആണ്, 1-2 ദിവസമാണ് വിസിറ്റ്. എമർജൻസി വിസിറ്റ് ആയിട്ടാണ് കൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയിലോട്ട് വരുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് LNGയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ടോക്സിന് വേണ്ടി മണ്ണാങ്കെട്ട് അതൊന്നുമല്ല. LNG ആയിട്ട് 2047 വരെ ലോങ് ടൈം ഡീലാണ് ഖത്തറുമായിട്ട്, വളരെ വില കുറച്ച രീതിയിൽ. ഖത്തർ ഇന്ത്യയുടെ കാലെ പിടിക്കാൻ വരിക, അതായത് സൂടാപ്പികളുടെ രാജാവ് ഇന്ത്യ വരുന്ന ഇന്ത്യയുടെ കാലെ പിടിക്കാൻ. അപ്പം എനിക്ക് അതിൻ്റെ അകത്ത് റോളുണ്ട്. തള്ളുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് റോളുണ്ട് പോലും. ഖത്തറിൻ്റെ രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്നതിൽ ഇദ്ദേഹത്തിന് റോളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ലക്ഷത്തിൽ പരം ആളുകൾ കാണുക. ഈ സംഘികളൊക്കെ ഇദ്ദേഹത്തിന് മാത്യു സാമുവൽ ചേട്ടൻ പറയുന്നതാണ് യഥാർത്ഥ ന്യൂസ്, ഇതൊക്കെയാണ് വാർത്ത, ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് പുകയ്ത്തുന്ന കമന്റിന് പോലും ആയിരക്കണക്കിന് ലൈക്ക്. ഇത് കാണുമ്പോഴാണ് ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്നും എന്താണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ എനിക്ക് തോന്നിയത്. കാരണം ഇത് കണ്ടപ്പോൾ ഈ വീഡിയോ മുഴുവനും ചിരിച്ചുകൊണ്ടല്ലാതെ ഒരു യഥാർത്ഥ ചെറിയൊരു വിവരമുള്ള ഒരാൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം കാരണമായി, ഈ ഒരു ക്രിസംഗി കാരണമായി ഖത്തർ രാജാവ് ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുക. എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഇന്ത്യയുടെ കാല് പിടിക്കാനാണ് ഖത്തർ രാജാവ് വരുന്നത്. ഇന്ത്യയുടെ കാല് ആരെങ്കിലുമൊക്കെ പിടിക്കുമ്പോൾ നമുക്കതിൽ സന്തോഷിക്കേണ്ടതേ ഉള്ളൂ. കാരണം പുറം രാജ്യത്തുള്ള ആര് വരുമ്പോഴും ആരെങ്കിലും നമ്മോട് എന്തെങ്കിലുമൊക്കെ അപേക്ഷയോ നമ്മോട് കെഞ്ചുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ഇന്ത്യക്കാർ അതിൽ അഭിമാനിക്കുക എന്നതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മളെ ഒരു ഗസ്റ്റായി ഇവിടെ ഖത്തർ അമീർ ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത്, His Highness the Sheikh Tamim bin Hamad Al Thani, the Amir of the State of Qatar, is on a state visit to India on 17th and 18th February at the invitation of the Honorable Prime Minister of India, Shri Narendra Modi. നമ്മുടെ എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റർ ജയശങ്കർ കഴിഞ്ഞ ജനുവരിയിൽ ഖത്തർ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഖത്തർ സന്ദർശന വേളയിൽ
നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം അമീറിന് കൈമാറുകയുണ്ടായി. അങ്ങനെ ജയശങ്കർ മുഖേന നരേന്ദ്രമോദി ഇന്ത്യ സന്ദർശിക്കുന്നതിന് വേണ്ടി ഖത്തർ അമീറിനെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഖത്തറിൻ്റെ അമീർ ഈ തിരക്കിനിടയിലുമൊക്കെ ഇന്ത്യ സന്ദർശിക്കുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. തിരക്ക് എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾക്ക് നടുവിലാണല്ലോ ഖത്തർ ഇപ്പോൾ. നമുക്കറിയാം എല്ലാ ദിവസവും ഈ ഇസ്രയേൽ ഗാസ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നടക്കുന്ന വെടിനിർത്തൽ കരാറുമായി ഖത്തറും ഈജിപ്തും അമേരിക്കയുമാണല്ലോ ഇടയാളന്മാരായി ഈ കരാറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയുള്ള പല ചർച്ചകളും പല ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങൾക്കും ഇടയിലാണ് ഖത്തർ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ ഇടയിലാണ് നരേന്ദ്രമോദിയുടെ ഈ ക്ഷണപ്രകാരം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന നമ്മുടെ ഒരു ഗസ്റ്റ്, നമ്മുടെ ഒരു അതിഥി, ആ ഒരു അതിഥിയെ ഇങ്ങനെ കണ്ട് 242K സബ്സ്ക്രൈബറുള്ള ഒരു ചാനലിൽ നിന്ന് ഒരു കൃസംഗി കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി ക്ഷണിച്ച് വരുന്ന ഒരു ഗസ്റ്റിനെ കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. ഖത്തർ അമീറിനോട് പൊതുവെ കേരളക്കാർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളും ഈ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും തീർക്കുന്നതിലും അതുപോലെ ചില പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും ഒക്കെ ഇടപെടലുകൾ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്കറിയാം ഈ GCC രാജ്യങ്ങൾ പോലും സൗദിയും UAEയും അതുപോലെ ഈജിപ്തുമൊക്കെ ഒരു കാലത്ത് ഈ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുകയും തിരിച്ച് അവരോട് യാതൊന്നും ചെയ്യാതെ അവരോട് നല്ല സ്ഥിതിക്ക് വർത്തിക്കുകയും UAEക്ക് പോലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കൊടുക്കുന്നത് മുടക്കാതെ നിൽക്കുകയും അത്തരത്തിൽ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുകയും ആ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഈ യുവാവായ തമീമിൻ്റെ ചില കഴിവുകളുമൊക്കെ ലോകം കണ്ടതാണ്. അന്നൊക്കെ എല്ലാവരും അംഗീകരിച്ചതും തമീമിൻ്റെ ഒരു പോസ്റ്റർ ഖത്തറിൽ എന്നല്ല, ഖത്തറിന് പുറത്ത് കേരളത്തിൽ പോലും തമീമിൽ മജിദ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ വളരെ വിപുലമായി ഓടിയതും ആളുകൾ സ്നേഹിച്ചതും ഒക്കെ നമുക്കറിയാം. അത്തരത്തിൽ ഇദ്ദേഹത്തിന് ലോകമെമ്പാടും തന്നെ ആരാധകരുള്ള ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്ന് പറയുന്നത്. അത് ഏതായാലും അത്തരത്തിലെ ഒരു ഖത്തർ രാജാവിനെ നമ്മുടെ നാട്ടിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഒരു ഗസ്റ്റിനെ അവഹേളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അവഹേളനത്തിൽ രസം കണ്ടെത്തുകയും പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ അവഹേളിച്ച് കാലിൻ്റെ അടിയിൽ ചവിട്ടിത്താഴ്ത്തി കാല് പിടിക്കാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വെഡിത്തങ്ങൾ വിളിച്ചു പറയുകയും അതൊക്കെ കാണുവാൻ ഇത്തരത്തിൽ ആളുകളും ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് ഞാൻ കാരണമാണ് ഈ ഖത്തർ അമീർ ഇവിടേക്ക് വരാൻ തന്നെ കാരണമായത്. കാരണം 2 വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഈ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യക്കാരോട് ചില അവഹേളനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. അപ്പം എനിക്ക് അതിൻ്റെ റോളുണ്ട്. എന്താ റോള്? ഞാനൊരു 2ഓളം വീഡിയോ ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട. ഒരു വീഡിയോ ചെയ്ത് ഇന്ത്യക്കാരായിട്ടുള്ള ലേബേഴ്സ്, അതായത് വർക്കിംഗ് ക്ലാസ്, അവരെ ഖത്തർ അവരുടെ വിസ റിജക്റ്റ് ചെയ്യുന്നു. ഒന്നാമതൊരു സ്റ്റോറി ചെയ്തു, അത് കയറി ഏറ്റു. കാരണം ഇന്ത്യ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എൻ്റെ റിപ്പോർട്ട് വന്നു. ഇന്ത്യ ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യ അപ്പം കൊടുത്ത താക്കീത് 2047 വരെയുള്ള ഡീല് കാണത്തില്ല, 5 വർഷം കഴിയുമ്പോൾ ഡീല് ഡിസ്മാൻറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത സംഭവം ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു. ഇന്ത്യക്കാരായ ബിസിനസ്സുകാർ, അത് നാമകൽ നിന്ന് മുട്ട അയക്കുന്നു, ഗുജറാത്തിൽ നിന്ന് ടൈൽസ് അയക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. അത് കൺസൈൻമെൻറ്റ് ഓർഡറിന് ശേഷം ഖത്തർ ഗവൺമെൻറ് അവരുടെ സംഭവം ഇന്ത്യ ഇന്ന് പ്രത്യേക നിയമം ഉണ്ടാക്കി സർപ്ലസ് ഡംപിങ് എന്ന് പറയും. ഇന്ത്യക്കാരുടെ സാധനം എടുക്കുന്ന ബിസിനസ്, പ്രത്യേകിച്ച് ഗുജറാത്ത് ആ റീജിയൻ മറ്റുള്ളവരുടെ. പക്ഷെ ചൈനക്കാരുടെ ഭയങ്കര താല്പര്യം കാണിച്ചു. അത് ഇഷ്യൂ അത് ഞാൻ വീഡിയോ ചെയ്യുന്നു, അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു, അത് ഇംഗ്ലീഷിലുണ്ടാക്കി. ഇതല്ലേ ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ വലിയ തള്ളുകൾ. ഇദ്ദേഹം വീഡിയോ ചെയ്തു,
ഒന്ന്, ഇന്ത്യക്കാരായ ഖത്തറിലുള്ള ഇന്ത്യക്കാർക്ക് അവഹേളനം നടക്കുന്നുണ്ടെന്നും മറ്റൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തെന്നും, അതുപോലെ ഇന്ത്യയിലുള്ള സാധനങ്ങൾ കയറ്റി അയക്കുന്നതിൽ ഖത്തർ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇതൊക്കെ ഏറ്റു. അപ്പോൾ ഇദ്ദേഹം വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ശക്തമായി പ്രതികരിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്ത് പ്രതികരണമാണ് പോലും, എന്ത് പ്രതികരണമാണ് മാത്യു സാമുൽ ഇവിടെ നടന്നത്? താങ്കൾ ഈ വിഡ്ഢിത്തവും ഇത്തരം സംഭവങ്ങളൊക്കെ വിളിച്ചു കൂവുമ്പോൾ കേൾക്കാൻ ആളുണ്ട് എന്ന് കരുതി നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഒരു ഗസ്റ്റിനെയൊക്കെ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ എന്തൊരു നാണക്കേടാണ്. ഖത്തർ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും മറ്റുമൊക്കെ ഒരുപക്ഷെ അറിയുവാനും അതൊക്കെ സ്കാൻ ചെയ്യുകയും മറ്റുമൊക്കെ എല്ലാത്തിനും ആളുകളുണ്ട് ഈ ഒരു ലോകത്ത്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇന്ത്യ എന്ന രാജ്യത്തിന് അപമാനമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം നമ്മുടെ രാജ്യം സന്ദർശിക്കാൻ വരുന്ന ആളെ എത്ര കണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതിന് പകരം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തെ ഊർജ്ജസ്വലമാക്കിയതിനെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾ ഇത്തരത്തിൽ വിഷം ചീറ്റിയാൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊണ്ട് വിഷം ചീറ്റുന്നത് പോട്ടെ, നിങ്ങളത് തൊഴിലാണ്. എന്നാൽ മറ്റൊരു രാജ്യത്തുള്ള ഒരു ഭരണാധികാരിയെ പോലും ഇങ്ങനെ വിഷം ചീറ്റി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? നമ്മുടെ നാടിൻ്റെ അവസ്ഥ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ രാഷ്ട്രീയപരമായി പല വ്യത്യാസങ്ങളും ഉണ്ടാവും. ഇവിടുത്തെ ഭരണം നിലനിർത്തുവാൻ വേണ്ടി മുസ്ലിമീങ്ങളോടും പല രീതിയിലും വിഷം ചീറ്റുകയും മറ്റുമൊക്കെ BJP ഗവൺമെൻറ് ചെയ്യാറുണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദി അറബ് രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് അവരെയൊക്കെ കെട്ടിപ്പിടിക്കുകയും സ്വീകരിക്കുകയും അവരോടൊക്കെ വലിയ സൗഹൃദത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരിക്കാം വർത്തിക്കുന്നതൊക്കെയാണ് ഞാൻ കാണാറുള്ളത്. പിന്നെ ഇദ്ദേഹം പറയുന്നു നരേന്ദ്രമോദിയുടെ വലിയൊരു ഭക്തനാണ് പോലും ഇദ്ദേഹം, നരേന്ദ്രമോദിയെ അദ്ദേഹം വല്ലാതെ സ്നേഹിക്കുന്നു, അയാളുടെ മാത്രം പ്രധാനമന്ത്രിയാണ് പോലും. ഒരുപക്ഷെ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടാകാം, BJP-കാരനായിരിക്കാം, RSS-കാരനായിരിക്കാം. പക്ഷെ പ്രധാനമന്ത്രി ആയതിന് ശേഷം ഈ രാജ്യത്തുള്ള 140 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ള വിവരം പോലും ഈ വീഡിയോ ചെയ്യുന്ന വിദ്വാൻ ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവുകയാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്ന ഈ കംപ്ലൈൻറ്റ് ശക്തമായി ഇന്ത്യ വാണിംഗ് കൊടുത്തു, LNGയുടെ കരാർ റദ്ദാക്കി കളയുമെന്ന് പറഞ്ഞു പോലും. എന്തൊക്കെ വിഡ്ഢിത്തമാണ്! നമുക്കറിയാം, ഈ ഖത്തർ അമീറിന്റെ സന്ദർശനത്തിന് ശേഷം ഇതോടനുബന്ധിച്ച് നടത്തിയ സ്പെഷ്യൽ ബ്രീഫിങ്ങിൽ ഇന്ത്യയിലെ പല ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ബ്രീഫിങ്ങിൽ പറയുന്നത് തന്നെ, അതായത് ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലെ അംബാസഡർ പോലും പങ്കെടുത്ത സ്പെഷ്യൽ ബ്രീഫിങ്ങിൽ പറയുന്നു, ഖത്തർ യാതൊരുവിധ പ്രശ്നങ്ങളോ തൊഴിലാളികളെ ഇന്ത്യക്കാരെ വേർതിരിച്ച് കാണുന്ന രീതിയിൽ തൊഴിലാളികൾക്ക് പോലും യാതൊരു പ്രശ്നങ്ങളും ഖത്തറിനുള്ളിൽ ഇല്ല എന്ന് വളരെ കൃത്യമായ അംബാസഡർ പോലും പറയുകയും തെളിയിക്കപ്പെടുകയും ചെയ്യാണ്. Regarding the workers' conditions in Qatar, I would request Ambassador if he can highlight, to the best of my knowledge, because I also handle the CPV and OIA issues, I can tell you that we have a joint working group mechanism between India and Qatar. If there are any issues flagged to us as far as the workers are concerned, that is discussed between the two joint working groups. The last joint working group just met a week ago, and there were no concerns regarding the workers' conditions over there. This much I can highlight, but if there is anything specific, I would request Ambassador to nothing. So I just want to highlight that. So that was something, as I mentioned, the Honorable Prime Minister thanked the Amir of Qatar for the excellent cooperation that we are receiving for the welfare of our Indian citizens that are there in Qatar. പിന്നെ എന്ത് വാണിംഗ് ആണ് ഖത്തറിന് ഇന്ത്യ കൊടുത്തത്? ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയശങ്കർ പോയി പ്രത്യേകം ക്ഷണം നടത്തിയതിൻ്റെ ഭാഗമായാണ് മാത്യു സാമുവലെ നമ്മുടെ ഖത്തർ രാജാവ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായത്. അങ്ങനെ പ്രോട്ടോകോൾ പോലും തെറ്റിച്ചുകൊണ്ട് മോദി എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ചത് കാല് പിടിക്കാൻ വരുന്ന ആളെയാണോ? എന്തൊരു വിഡ്ഢിത്തമാണ് ഇദ്ദേഹം പറയുന്നത്! അതായത് ഖത്തറും ഇന്ത്യയും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ടെന്നും ഖത്തറിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിൻ്റെ LNG ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവുമൊക്കെ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്.
പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ കോടിക്കണക്കിന് ഡോളറിൻ്റെ കരാറുകളുണ്ടെന്നും ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നും നമുക്കറിയാം. ഖത്തറിലേക്ക് വിവിധ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ദിവസവും കയറ്റിയാക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അത്തരത്തിൽ ഈ ഒരു വരവിൽ തന്നെ, ഇദ്ദേഹം പറഞ്ഞ പോലെ കാലുപിടിക്കാൻ വന്ന ഈ വരവിൽ തന്നെ ഖത്തർ രാജാവും ഖത്തറും ഇന്ത്യയും തമ്മിൽ വളരെ വലിയ സുപ്രധാന കരാറുകളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അത് ഡബിൾ ടാക്സ് ഇല്ലാതാക്കുന്നത് പോലെയുള്ള വളരെ സുപ്രധാനപരമായ ചില കരാറുകളിൽ മന്ത്രിമാർ തമ്മിൽ കരാറുകൾ ഒപ്പിട്ടു എന്നുള്ളതാണ്. ഖത്തറിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല സ്വീകരണം ഇന്ത്യയിൽ കൊടുത്തു. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ വസതിയിൽ വളരെ വലിയ സ്വീകരണവും മറ്റുമൊക്കെ ഒരുക്കി. അങ്ങനെ ഖത്തർ രാജാവുമായും ഖത്തറുമായും ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയും അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്ത് മടക്കി അയക്കുകയുമായിരുന്നു ഇന്ത്യ എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്ന കളവുകളൊക്കെ കേൾക്കാൻ നിൽക്കുന്ന സംഘികളോടും കൃസംഘികളോടുമാണ് ഈ പറയുന്നത്. ഇദ്ദേഹം നിങ്ങളോട് വിളമ്പിത്തിരുന്ന കളവുകൾ, ഇദ്ദേഹം ഇത് മാത്രവുമല്ല, ഖത്തറിനെ കൊണ്ട് മുമ്പും പല കളവുകളും നിങ്ങളോട് വിളമ്പി തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ട് ഇങ്ങനെ എന്നും ലൈക്കടിക്കുകയും അതിനൊക്കെ ഗുഡ് സാമുവൽ ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ നിങ്ങൾ യാഥാർത്ഥ്യം ഒന്ന് പഠിക്കണം. ഖത്തറിൻ്റെ വേൾഡ് കപ്പ് ലോക പരാജയമാണെന്ന് സംസാരിച്ച ആളാണ് ഈ മാത്യു എന്ന് പറയുന്ന ഈ കൃസംഗി. മാത്യു സാമുവൽ എന്ന് പറയുന്ന ഈ കൃസംഗി. എന്നാൽ ഫിഫയുടെ പ്രസിഡന്റ് പറയുന്നു ലോകത്ത് ഇന്ന് നടന്നതിൽ വെച്ച് ഏറ്റവും നല്ല വേൾഡ് കപ്പാണ് ഖത്തർ നടത്തിയിട്ടുള്ളത് എന്ന്. ഈ പറയുന്ന ഞാൻ ഖത്തർ വേൾഡ് കപ്പ് നേരിട്ട് ദർശിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ്. പല സ്റ്റേഡിയങ്ങളിലും പോയി കളി കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഈ മാത്യു സാമുവൽ അങ്ങെവിടെയോ ഇരുന്നു കൊണ്ട് ഖത്തറിൽ നടന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖത്തറിൻ്റെ പല പദ്ധതികളെയും എതിർക്കുകയും വിമർശിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു ജോലി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് പിന്നെ ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് ഖത്തറിൽ നിന്ന് അമേരിക്കൻ താവളം എയർവേസ് എടുത്തു കളയുകയാണ്, അതിനുകൂടിയാണ് മോദിയുടെ അടുത്ത് വന്നുകൊണ്ട് ട്രംപിനോട് പറയണമെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാൻ വന്നത് എന്നൊക്കെയാണ്. എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഇദ്ദേഹം പറയുന്നത്, എന്തൊക്കെ വിഡ്ഢിത്തമാണ്. ഇദ്ദേഹത്തിന് യാതൊരു നിലവാരവും ഇല്ലല്ലോ. ഇത്രയും വലിയ ഒരു ചാനൽ എന്നും ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിനെ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഖത്തർ അമീർ, നമുക്കറിയാം ഇന്ത്യയിലെ 8 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും അത്തരത്തിൽ അതുപോലെ തന്നെ ഖത്തറിൽ നിന്ന് ഗ്യാസ് LNG പർച്ചേസ് ചെയ്യുന്ന മുൻനിര രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിൻ്റെ സാധനങ്ങൾ ഖത്തറിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും ഒക്കെ അറിയാവുന്നതാണ് നമുക്ക്. അത്തരത്തിൽ ഖത്തറുമായി പണ്ട് മുതലേ ഇന്ത്യക്ക് വളരെ അഭിവാജ്യകരമായ ഒരു ബന്ധമുണ്ടെന്നും അത്തരം ബന്ധങ്ങൾ ഊഷ്മളത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയും അതിലൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഖത്തർ അമീറിൻ്റെ 2ാം വരവെന്നോണം ഈ ഇന്ത്യയിലെ സന്ദർശനം വളരെ വലിയ സ്വീകരണവും പ്രോട്ടോക്കോൾ തെറ്റിച്ചുകൊണ്ട് മോദി തന്നെ വന്ന് എയർപോർട്ടിൽ സ്വീകരിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ഒരു വലിയ സംഭവമായിരുന്നു. ഇത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളുമായും പുറം രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ആ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടി ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.